പൊളിഞ്ഞുപോയ വാദങ്ങളും തെറ്റെന്ന് തെളിഞ്ഞതും വീണ്ടും അലക്കി നിരത്താനായി കോൺഗ്രസ്. വിശ്വാസയോഗ്യമായ പത്രം പറ്റിയ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടും അതേ വാദം നിരത്തി KPCCയുടെ സർക്കുലർ. ഉദ്ദേശമെന്ത്? മൗദൂദിസവും വർഗീയ എലമെൻറ്റുകളും കൈകളിൽ കോർത്തുകൊണ്ടുള്ള നീക്കമാണോ? ഇത് ശരിയാണോ? 4 വോട്ടിന് സാമൂഹിക പ്രതിബദ്ധത പണയം വെക്കാമോ എന്നീ ചോദ്യങ്ങൾ. പക്ഷേ അർഹത നിഷേധിക്കുന്ന മോദി സർക്കാരിനെതിരെ KPCCക്ക് മൗനവും. ഇതാണ് ഇന്ന് നമ്മുടെ ഈവനിംഗ് ഡിബേറ്റ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. M ജയചന്ദ്രനും N ശ്രീകുമാറും പിന്നീട് സാമൂഹിക രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിലെ നിരവധി പേരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ N ശ്രീകുമാറിലേക്ക്. ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ KPCCയുടെ സർക്കുലർ ശരിയാണ്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പോരാട്ടങ്ങൾ നയിക്കാനും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ തീർക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൽ കടന്നുകൂടിയ എലമെൻറ്റുകൾ വർഗീയമായി കേരളത്തെ ധ്രുവീകരണം ലക്ഷ്യമാക്കുന്നതാണ് എന്നാണ് പൊതുവിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം. സർക്കുലർ ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവൊന്നുമില്ല. ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ പ്രചരണത്തിനായിട്ട് പ്രസംഗകരെ നിയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രസംഗകർ പ്രസംഗിക്കുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു കൂവുന്ന സ്വഭാവം ഉണ്ടാകാതിരിക്കാനാണ് പാർട്ടി ഇന്ന വിഷയങ്ങൾ പ്രസംഗിക്കണമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സർക്കുലറിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില പ്രസ്താവനകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളത് വ്യാഖ്യാനിച്ച് വക്രീകരിച്ച് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ മതി. ആ സർക്കുലർ രഹസ്യ സർക്കുലർ ഒന്നുമല്ല. എല്ലാ കോൺഗ്രസിന്റെ നേതാക്കൾക്കും താഴെ തട്ടിലുള്ള അയച്ചു കൊടുക്കുന്ന സർക്കുലറാണ്. അത് ഇന്ന വിഷയങ്ങൾ ആണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ആരംഭിക്കുന്ന 10-20 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആ സർക്കുലർ. ഒരുപാട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട്. അക്കൂട്ടത്തില് ഒരു വിഷയം മാത്രമാണ് ഈ മുഖ്യമന്ത്രി കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണത്തെക്കുറിച്ചും തുടർന്ന് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ ഉള്ളത്. അത് ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലും അത് കടന്നുകൂടി. അതൊരു PR ഏജൻസി എഴുതി നൽകിയതാണെന്ന് ഹിന്ദു ദിനപത്രം അവരുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്നവർ ഖേദം പ്രകടിപ്പിച്ചു. പക്ഷെ അവരതൊരു കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറയാത്തത് ഒരു PR ഏജൻസി എഴുതി തന്നു എന്നുള്ളത്. ആ എഴുതി തന്നതാണ് അവർ ചേർത്തത്. ആ എഴുതി തന്ന PR ഏജൻസിയെ പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഒരു CPI നേതാവിന്റെ മകന്റെ പേര് പറഞ്ഞ് വെളിപ്പെടുത്തി. അത് PR ഏജൻസി അല്ല എന്നാണ് പാർട്ടി പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ദിനപത്രം തങ്ങൾക്ക് എഴുതി തന്ന വാർത്ത തങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ എഴുതി തന്ന ആളെ കുറിച്ച് വ്യക്തമായി അറിയാമെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു ദിനപത്രം അത് അവർ പറഞ്ഞല്ലോ, അവർക്ക് എഴുതി കൊടുത്താണെന്ന് പറഞ്ഞല്ലോ. ആ എഴുതി കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഹിന്ദു ദിനപത്രം പറഞ്ഞത് CPMന്റെ പത്രം അത് ആ ഭാഗം വെട്ടിക്കളഞ്ഞിട്ടാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. അത് തന്നെ തെറ്റാണ്. ഒരു പത്രം പൂർണ്ണമായിട്ടും അവർ മാപ്പപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ പത്രധർമ്മമാണ്. ആ പത്രധർമ്മം CPM ഇവിടെ പാലിച്ചില്ല. എന്നിട്ട് മറ്റു പത്രക്കാരെ പത്രധർമ്മം പഠിപ്പിക്കാനാണ് CPM നേതാക്കളും മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അപ്പൊ ഹിന്ദു ദിനപത്രം അങ്ങനെ ഒരു പ്രസ്താവന നൽകിയെങ്കിൽ ആ പ്രസ്താവനയിൽ അവർ പറഞ്ഞ വരികൾ അത് തെറ്റാണ് എങ്കിൽ അത് ആ പത്രത്തിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അങ്ങനെ പത്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണെങ്കിൽ ശ്രീ N ശ്രീകുമാർ, അങ്ങനെ പത്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ രീതിയെങ്കിൽ വയനാട്ടിലടക്കം എത്രയോ കള്ളവാർത്തകളാണ് ഓരോ ദിവസവും എത്തുന്നതും പിറ്റേന്ന് പൊളിഞ്ഞു വീഴുന്നതും. അതിനൊക്കെ കേസെടുത്തിട്ടുണ്ടോ? അല്ല, കള്ളവാർത്തയാണോ സത്യവാർത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് CPMോ ഗവൺമെന്റോ അല്ലല്ലോ. ഓരോ പത്രങ്ങൾക്കും അവരുടേതായ ശൈലിയിൽ ഒരു വാർത്ത അല്ല. ഖേദം പ്രകടിപ്പിച്ച കാര്യത്തിൽ പിന്നെ എങ്ങനെയാണ് അത് സർക്കുലറിൽ ഉൾപ്പെടുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം അതല്ല. ഹിന്ദു ദിനപത്രം അവർക്ക് ഒരു PR ഏജൻസി എഴുതി തന്ന വരികളാണ് ചേർത്തതെന്ന് പറയുമ്പോൾ അത് ആരുടെ കുറ്റമാണ്? മുഖ്യമന്ത്രിയുടെ കുറ്റമാണോ ആ പത്രം എഴുതി ചേർത്തത്?
മുഖ്യമന്ത്രിയുടെ കുറ്റമാണോ ഞങ്ങൾ ചോദിക്കുന്നത്. പത്രപ്രവർത്തകരും ചോദിക്കുന്നു, അതുപോലെ എല്ലാവരും ചോദിക്കുന്നു, ആരാ ചെയ്തത്, ആരാ എന്ന ശ്രീകുമാർ സാർ ഒരു ചോദ്യമുണ്ട്. അത് മുതിർന്ന കണ്ടുപിടിക്കാനാ പറയുന്നത്. മാധ്യമപ്രവർത്തകരാണ്, ഞങ്ങൾക്കൊക്കെ വഴിയായ മാധ്യമപ്രവർത്തകനാണ്. താങ്കൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു, താങ്കളുടെ ഇഷ്ടപ്രകാരം ആ ഇൻ്റർവ്യൂവിൽ മറ്റാരുടെയോ സ്വാധീനത്തിൽ താങ്കൾ ഒരു വരി എഴുതി ചേർത്താൽ ആ ഇൻ്റർവ്യൂ എടുക്കപ്പെട്ടയാൾ, അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രമുഖനോ ആയിക്കോട്ടെ, അയാൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് അതിലുള്ളത്? താങ്കളല്ലേ എഴുതി ചേർത്ത്, താങ്കളുടെ പത്രവും അല്ലേ അതിന് ഉത്തരവാദി? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ ഖേദം പ്രകടിപ്പിച്ചല്ലോ, എഴുതി ചേർത്തിട്ടുണ്ട്, അവർ ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദം പ്രകടിപ്പിച്ചാൽ അവർ പറഞ്ഞൊരു വരിയുണ്ട്, ഇത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങൾക്ക് തരപ്പെടുത്തി തന്ന PR ഏജൻസിയുടെ പ്രതിനിധികൾ എഴുതി തന്നതാണ്. അത് അവരുടെ വേർഷനല്ലേ, PR അല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അത് ഹരിപ്പാട്ടെ മുൻ MLA മകനാണ്, പരിചയക്കാരനാണ് സുബ്രഹ്മണ്യൻ, അയാളാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാൾ പറഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രി അറിയാതെ അയാൾ പറഞ്ഞിട്ടാണ് ഈ പത്രം അത് എഴുതിയത്. അങ്ങനെ എഴുതി ചേർത്തത് ധാർമ്മികതയ്ക്ക് യോജിക്കുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം, അപ്പോൾ ആ പത്രം ഏറ്റവും ക്രെഡിബിളായ ഇന്ത്യയിലെ പത്രമായി അറിയപ്പെടുന്ന ദ ഹിന്ദു അത്തരത്തിലൊരു ഖേദം പ്രകടിപ്പിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് അതേ വാദം നിരത്തി സർക്കുലറിൽ കാര്യങ്ങൾ നിരത്തുന്നത്? മലപ്പുറം അടക്കമുള്ളവയെ സംബന്ധിച്ച് നിങ്ങൾക്കും, അതായത് CPM-നും CPM-നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും മനസ്സിലാകാത്തതും, കേരളത്തിലെ പൊതുവായി എല്ലാ ജനങ്ങൾക്കും, ഇവിടെ എൻ്റെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കാനിരിക്കുന്ന ജയേന്ദ്രനും ഈ അവതാരകനായ അജിംഷാദിനും മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും തുറന്നു പറയില്ല. ഞാൻ തുറന്നു പറയുന്ന കാര്യം, അജിംഷാദ് ചോദിക്കുന്നതിൽ ചിലത് എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ, എന്തൊരു ഇടയ്ക്ക് ഒരു ഇത് വരുന്നുണ്ട്, കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതായത് അജിംഷാദ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഏതാണ്ട് രൂപം വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഹിന്ദു ദിനപത്രത്തിന്റെ മറ്റേ ലേഖിക എടുത്ത അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്ത വരികൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം തരപ്പെടുത്തിയ ആൾ പറഞ്ഞിട്ടാണ് എന്ന പത്രം പറയുമ്പോൾ, ആ പത്രം പറയുന്നത് തെറ്റാണ് എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് നടപടി സ്വീകരിക്കുന്ന, ഖേദം നടപടി സ്വീകരിക്കുന്നതിന്റെ വിഷയം അത് ഡിബേറ്റബിൾ ആണ്. കാരണം അത് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഞാൻ തിരിച്ചെത്താം ശ്രീകുമാർ സാർ, ഞാൻ തിരിച്ചെത്താം. ഞാൻ ശ്രീ M ജയചന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, ഇങ്ങനെയുള്ള വാദങ്ങൾ നിരത്തുമ്പോൾ അത് CPIM-ഉം ഇടതുപക്ഷവും അല്ലാത്തവർക്ക് ബോധ്യമാകാത്ത കാര്യങ്ങളാണ്. അത് സർക്കുലറിൽ വന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ശ്രീകുമാർ സാർ വാദിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അജിംഷാദേ, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത് കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ്. പിറ്റേ ദിവസം ഒക്ടോബർ 1-ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അത് സബ്ജക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? റിക്വസ്റ്റ് ഫോർ ക്ലാരിഫിക്കേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് misattributed statements in the interview with Honorable Chief Minister of Kerala, Pinarayi Vijayan. ഇതാണ് സബ്ജക്റ്റിൽ തന്നെ പറയുന്നത്. അപ്പോ ക്ലാരിഫിക്കേഷനും റെക്ടിഫിക്കേഷനും വേണം എന്നാണ് ആവശ്യം. പ്രസ് സെക്രട്ടറി വെറുതെ ആവശ്യപ്പെടുമല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരം മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയായിട്ട് കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് ആ ക്ലാരിഫിക്കേഷനും റെക്ടിഫിക്കേഷനും ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെട്ടതിന് മറുപടിയായി ഹിന്ദു ഉത്തരവാദിത്തോടെ ഈ ക്ലാരിഫിക്കേഷൻ റെക്ടിഫിക്കേഷനും അവതരിപ്പിക്കുന്നു. അത് അവർ പറയുന്നു, അവസാനം അപ്പോളജൈസ് ചെയ്യുന്നു. അത്രയും ഹിന്ദു പറയുന്നു. അതിന്റെ തുടക്കത്തിലുള്ള വരികളാണ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ ആദ്യം സൂചിപ്പിച്ചത്. പിന്നെ PR ഏജൻസി കേസൻ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂ ദ CM at കേരള ഹൗസ് എന്ന് പറഞ്ഞ ആ ഒരു വിശദീകരണ കുറിപ്പ് വരുന്നത്. അതിന്റെ ഒടുവിലാണ് വി അപ്പോളജൈസ് പിന്നെ ഓഫ് ദാറ്റ് ഡേ ആൻഡ് ഷുഡ് നോട്ട് വി അപ്പോളജൈസ് ഫോർ ദിസ് എറർ. ഈ തെറ്റുണ്ടായതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, അപ്പോളജൈസ് ചെയ്യാണ്. ആ അപ്പോളജിയാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോ പിന്നെ എന്താണോ CM-ന്റെ ഓഫീസ് ആവശ്യപ്പെട്ടത് ആ രണ്ട് കാര്യങ്ങളും അവർ ഉത്തരവാദിത്തോടെ നിർവഹിക്കുന്നതാണ് ഹിന്ദുവിന്റെ ഭാഗത്തു നിന്ന് കണ്ടത്. അത് വിശദീകരണവും ക്ഷമാപണവും രണ്ടും അവർ നടത്തുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച കത്തിലെ ഉള്ളടക്കം ഞാൻ പറയാത്ത സമയക്കുറവുകൊണ്ടാണ്. എങ്ങനെയാണ് ഇത്
മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അവരോട് വിശദീകരിക്കുന്നത്, അതിൻ്റെ അകത്ത് വിശദീകരണവും ഹിന്ദുവിന്റെ വിശദീകരണവും ക്ഷമാപണവും വരുന്നു. അതോടുകൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയാണ്, അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നം തീർന്നു. അപ്പൊ മുഖ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രി മാത്രം പ്രശ്നമാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഇവിടെ വന്നു. അതായത് മലപ്പുറത്തെ രാജ്യദ്രോഹപരമായ ഇഷ്യൂസുമായി ബന്ധപ്പെടുത്തി ആണ് മുഖ്യമന്ത്രി പരാമർശിച്ചത് ഇന്റർവ്യൂവിൽ എന്ന നിലയിലുള്ള വലിയ നെടുങ്കൻ ചർച്ചകളാണല്ലോ വന്നത്. ഇന്ന് തന്നെ സമസ്തയുടെ ഒരു മാസിക ഉണ്ടല്ലോ, റിസാല ദ്വൈവാരിക, അതിൽ പറയുന്നത് മുഖ്യമന്ത്രി ഇടതുപക്ഷക്കാരനാണോ എന്ന ഒരു സംശയം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവര് ആ തരത്തിലേക്ക് മറ്റൊരു ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്ന എന്താ, ഇന്നലെ നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു, എം വി ജയരാജൻ വിമർശിച്ചു, വേറെ ആരൊക്കെയോ വിമർശിച്ചു. ഇത് വലിയ കാര്യമായിട്ടാണ്. എന്തിനാണ് സർ ഈ CPM-ന്റെ കമ്മിറ്റികൾ കൂടുന്നത്? ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ സെൻട്രൽ കമ്മിറ്റി വരെ PB ഇടയ്ക്കിടെ കൂടാനുള്ള സംവിധാനമാണ് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ളത്, കേന്ദ്ര കമ്മിറ്റിയുടെയും PB-യുടെ ഇടയ്ക്കുള്ളത്. അപ്പൊ ആ കേന്ദ്ര കമ്മിറ്റി വരെ കൂടുന്നത് വിമർശനത്തിനും സ്വയം വിമർശനത്തിനും വേണ്ടി മാത്രമാണ്. അത് ആ പാർട്ടിയുടെ പരിപാടിയിലും ഭരണഘടനയിലും എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോഴാണ് ഒരു ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അടിക്കുകയാണ് ഇന്നലെ വിമർശിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയെ. അപ്പൊ 4 ഇതുവരെ മുഖ്യമന്ത്രിക്ക് വിമർശനമേ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ജയചന്ദ്രൻ, ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വന്നു. ഇത് കേരളം ചർച്ച ചെയ്തതാണ്, അതിന് മുഖ്യമന്ത്രി അടക്കം വിശദീകരണം നൽകിയതാണ്, അത് ചർച്ച ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ പ്രതിഫലിപ്പിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ തള്ളിക്കളയപ്പെട്ടു കൃത്യമായി ബോധ്യമായി മറികടന്നൊരു വിഷയത്തെ പിന്നെയും എന്തിനാണ് KPCCയുടെ സർക്കുലറിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ അത് ബോധപൂർവമായ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടല്ലേ എന്നതാണ് ഈവനിംഗ് ഡിബേറ്റിൻ്റെ ചോദ്യം. ശ്രീ ജയചന്ദ്രൻ. അല്ല, അത് നേരത്തെ തന്നെ VD സതീശൻ മുൻപൊരിക്കൽ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. നമ്മൾ ഉന്നയിച്ചത് ഒരു ചർച്ചയിൽ തന്നെ ഉന്നയിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ അതിന് പിറ്റേ ദിവസം അന്ന് മറുപടി പറഞ്ഞില്ല, പിറ്റേ ദിവസമൊക്കെ അടുത്ത് മറുപടി പറയുന്നത് ഉന്നയിച്ച ആക്ഷേപം ഇതായിരുന്നു, മാധ്യമങ്ങൾ ഓരോരോ വിഷയങ്ങൾ കൊണ്ടുവരും, ആ വിഷയത്തിന്റെ പിന്നാലെ പ്രതിപക്ഷം പോകും, ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് വിമർശനം വിധേയമാക്കിയത് ഒരു ചർച്ചയിൽ. തുടർന്നുള്ള ദിവസങ്ങളിൽ VD സതീശന്റെ മറുപടി, അതിനെന്താ കുഴപ്പം, ചാനലുകൾ വാർത്ത കൊണ്ടുവന്നാൽ വിവരങ്ങൾ അറിയിച്ചാൽ ഞങ്ങളത് ഏറ്റെടുക്കും, അതിനെന്താ തകരാറ് എന്നാണ് മറുപടിയായിട്ട് പറഞ്ഞത്. അല്ലാതെ അതിനകത്തെ മറ്റു കാര്യങ്ങളൊന്നും ആ എലമെന്റൊന്നും ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായുമില്ല. വേണ്ട, എന്നാലും മറുപടി പറയേണ്ട ആവശ്യം ഒരു ഘട്ടം എത്തിയല്ലോ, അതങ്ങനെ പറഞ്ഞല്ലോ. ഇവിടെയും താങ്കൾ ചോദിച്ച ചോദ്യത്തിനും മറുപടി അത് തന്നെയാണ്. ഇത് മാധ്യമങ്ങൾ നടത്തുന്നത്, ഞാനിപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അതാണ്, മാധ്യമ ഗുണ്ടായിസം. അതാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മാധ്യമ ഗുണ്ടായിസത്തിൽ മാധ്യമങ്ങളുടെ അടിമകളായി മാറുന്ന പ്രതിപക്ഷത്തിനെയാണ് ഇവിടെ കാണുന്നത്. എന്താണ് വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് യുക്തിഭദ്രമായി അന്വേഷിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും പ്രതികരിക്കേണ്ടി വന്നാൽ, പ്രതിഷേധിക്കേണ്ടി വന്നാൽ, എതിർക്കേണ്ടി വന്നാൽ അതൊക്കെ ജനാധിപത്യപരമായി ചെയ്യുകയും ചെയ്യാതുള്ള പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമുള്ള കടമയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മാധ്യമങ്ങൾ നിലവിട്ട് പെരുമാറുമ്പോൾ അതിന്റെ പിന്നാലെ ഓടാതിരിക്കാനും വസ്തുതകൾ ഭരണാധികാരിയായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചാൽ അതിനെ പ്രാഥമികമായി തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു മാന്യതയും ഉത്തരവാദിത്വം കാണിക്കേണ്ടതിന് പകരം പ്രാഥമികമായി പോലും അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അജണ്ടയും. ആ പ്രാഥമികമായി പോലും നിഷേധിക്കുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ആരെന്ത് പറഞ്ഞാലും അത് മുഴുവനും അത് യാതൊന്നും തങ്ങൾക്ക് ബാധകമല്ല, മുഖ്യമന്ത്രി പറയുന്നത് മുഴുവനും നുണയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മലപ്പുറം എന്ന ജില്ലയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു പ്രസ്താവന ഹിന്ദുവിലൂടെ നടത്തിയത് എന്നതിൽ ഉറച്ചു നിൽക്കുക. അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ആവർത്തിച്ച് പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, പാർട്ടി സെക്രട്ടറി പറയുന്നു. പക്ഷെ അതങ്ങനെയല്ലെന്ന്. പിന്നെ ഇത് PR ഏജൻസി കൊടുത്തോ അതോ വേറെ ആരെങ്കിലും ഏർപ്പാട് ചെയ്തോ, അതൊക്കെ മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് സംവിധാനമുള്ള പ്രഗത്ഭരായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ ഒരു നിര തന്നെയുള്ള മീഡിയ ഹൗസസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവരന്വേഷിക്കട്ടെ, കേസിന്റെ പിന്നിൽ ആരാണ് ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ പിന്നിൽ ആരാണ് ഇതൊക്കെ ചെയ്തത്, ഇതൊക്കെ അന്വേഷിച്ചിറങ്ങാൻ വേണ്ട കോപ്പുകളൊക്കെ ഉള്ളവരാണല്ലോ ഈ മീഡിയ ഹൗസസ് എന്ന് പറയുന്നത്. അവരന്വേഷിച്ചിറങ്ങട്ടെന്നേ. അതുവരെ അന്വേഷിച്ചിറങ്ങിയിട്ട് കിട്ടുമ്പോ പറഞ്ഞോളൂ. അതുവരെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഭരണാധികാരി താൻ നൽകിയ ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞത് മുഖവിലയ്ക്ക് എടുക്കുക ജനാധിപത്യത്തിൽ പ്രാഥമിക മര്യാദ തന്നെയാണ്. ആ മര്യാദയുടെ നഗ്നമായ ലംഘനമാണ് ഉടനീളം പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും അതിൽ ചൂട്ടുപിടിക്കുക തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീ എൻ ശ്രീകുമാർ ആ സർക്കുലറിന്റെ അവസാന ഭാഗത്തുള്ള ഒരു കാര്യമാണ്. അതായത്
ഈ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ച് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് CPIM അതിവേഗം രൂപപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും അധിക്ഷേപിച്ച മുഖ്യമന്ത്രിയുടെ അഭിമുഖമെന്ന്. ഇത് വസ്തുതയാണ് തെളിഞ്ഞത്. കാരണം എന്താണ് മലപ്പുറത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം, അതെങ്ങനെയാണ് പത്രത്തിൽ വന്നത്? ആ പത്രം ഖേദം പ്രകടിപ്പിച്ചു. പിന്നീട് വീണ്ടും എന്തിനാണ് മലപ്പുറം എന്ന ലക്ഷ്യം വെച്ച് സർക്കുലറിൽ അതിൽ ഉൾപ്പെടുത്തുന്നത്? KPCCയെ പോലെ കേരളത്തിലെ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബോധപൂർവം ചിലതൊക്കെ ലക്ഷ്യം വെക്കുകയല്ലേ? ഇതാണ് ഉന്നയിച്ചതിൻ്റെ സംശയം. അജിഷാദെ, കോൺഗ്രസിന്റെ മതേതര സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പരേതനായ ശ്രീ സീതാറാം യെച്ചൂരി മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് യെച്ചൂരിയാണ് ഇന്ത്യ മുന്നണിയുടെ സംരക്ഷകനെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതര പാർട്ടി ആയതുകൊണ്ടാണ് CPM-ഉം CPI-യും ഉൾപ്പെടെ എല്ലാ ഇടതുപക്ഷ കക്ഷികളും ദേശീയ തലത്തിൽ അവരുമായി കൂട്ടുചേർന്നത്. അതുകൊണ്ട് കേരളത്തിലെ CPM-ന്റെ നേതാക്കൾ കാണിക്കുന്ന വങ്കത്വരൊന്നും മറന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ അതാണ് ശ്രീകുമാർ സാർ അത് ആയിക്കോട്ടെ. ശ്രീകുമാർ സാർ, ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ക്രിയാത്മകമായോ അല്ലാതെയോ ഒക്കെ ഭരണപക്ഷത്തെ എതിർത്തുള്ളൂ, വിമർശിച്ചുള്ളൂ. ഇവിടെ CPIM-ഉം കോൺഗ്രസുമാണ്, ഇടതുമുന്നണിയും UDF-ഉമാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ള UDF-ന്റെ പ്രധാന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചോട്ടെ, ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ. പക്ഷേ ഒരു തീർപ്പായ കാര്യം, അത് പറയാത്ത കാര്യം, അത് ഉൾപ്പെട്ട പത്രം ഖേദം പ്രകടിപ്പിച്ചിട്ടും പിന്നീട് മലപ്പുറം ജില്ല ഇങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത് വരുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടല്ലേ? അത് നൽകുന്ന സാമൂഹിക ആഘാതം എത്ര വലുതാണ്? അത് കോൺഗ്രസിന് ചെയ്യാൻ പാടുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങളെ സർക്കുലർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സർക്കുലർ മുഴുവൻ വായിച്ചു. സർക്കുലറില് കൃത്യമായി വായിച്ചു നോക്കിയാൽ അറിയാം, ഹിന്ദു ദിനപത്രത്തെ കുറിച്ചോ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ കുറിച്ചൊന്നും അല്ല. പാർട്ടിയും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളെ കുറിച്ചുള്ള അല്ല സാർ, അതിനകത്ത് എടുത്തു പറയുന്നു ശ്രീകുമാർ സാർ, അതിനകത്ത് എടുത്തു പറയുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. കടുത്ത ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ച് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് CPIM അതിവേഗം രൂപപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച്, അവിടുത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്നത്. അങ്ങനെയാണോ? മുഖ്യമന്ത്രി അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇല്ല എന്നും പിന്നെ എങ്ങനെയാണ് ആ പത്രത്തിൽ വന്നത്? ആ പത്രത്തിന് തെറ്റുപറ്റിയതാണെന്നും ആ പത്രം അത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് എന്തിനാണ് മലപ്പുറം ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും ഫോക്കസ് ചെയ്ത സർക്കുലർ? ഇതാണ് എൻ്റെ ചോദ്യം ശ്രീകുമാർ സാർ. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അതായത് ഹിന്ദു ദിനപത്രത്തിൽ വന്ന വാർത്തയാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച്. സ്വർണ്ണ കള്ളക്കടത്തും അതിന്റെ കിട്ടുന്ന പണവും ദേശവിരുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള വരിയാണ് ഹിന്ദുവിൽ വന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നാണ് CPM-ഉം മുഖ്യമന്ത്രിയും പറയുന്നത്. ശരിയായിരിക്കാം, വാദത്തിന് വേണ്ടി ശരിയായിരിക്കാം. അതിനു മുമ്പ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അൻവറിനെതിരെ പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ കിടപ്പുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് അത് ഡാറ്റയാണ്. ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ച എവിടാണ്? മലപ്പുറത്താണ് എങ്കിൽ മലപ്പുറം എന്ന് പറയണ്ടേ? തിരുവനന്തപുരം എന്നാണെങ്കിൽ തിരുവനന്തപുരത്ത് പറയണ്ടേ? അല്ല കോഴിക്കോടിന് സമീപത്തുള്ള പാലക്കാടിന് ഇപ്പുറമുള്ള എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഡാറ്റയല്ലേ? എങ്ങനെയാണ് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ജനവിഭാഗത്തിനെതിരാകുന്നത്? അത് ഡാറ്റയല്ലേ? അത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? ഒരു കുഴപ്പമില്ല, എല്ലാ ഡാറ്റയും പറയാം. അത് പക്ഷേ പറയേണ്ട സാഹചര്യവും സന്ദർഭമുണ്ട്. സന്ദർഭമുണ്ട്. കാരണം PV അൻവർ MLA ചില ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. അതെ, അങ്ങനെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതയല്ലേ? ഏറ്റവും കൂടുതൽ ശ്രീ നാസർ കൊളായി കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ നാസർ കൊളായി, താങ്കൾ മലപ്പുറം ജില്ലയും കോഴിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനവും ഒക്കെ നടത്തുന്ന മനുഷ്യനാണ്. ഞാൻ നാസർ കൊളായിയോട് ചോദിക്കുന്നു, ഈ കേരളത്തിൽ സ്വർണം പിടിച്ച കണക്കും അതിലേറ്റവും കൂടുതൽ പിടിച്ച എയർപോർട്ട്, ആ എയർപോർട്ട് എന്ന നിലയിൽ അത് കോഴിക്കോടാണെങ്കിലും ജില്ലാപരമായത് മലപ്പുറത്ത് വരുന്നു എന്നതുകൊണ്ട് മലപ്പുറം ജില്ലയിലാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്, അതിൻ്റെ ഡാറ്റ വരുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ഏതെങ്കിലും ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്നതാണോ? മലപ്പുറം അങ്ങനെ ഏതെങ്കിലും ഒരു ജനവിഭാഗം എന്ന നിലയിലാണോ മലപ്പുറം ജില്ലയെ അടയാളപ്പെടുത്തേണ്ടത്? ശ്രീ നാസർ കൊളായി. KPCCയുടെ സർക്കുലറിൽ ഇപ്പൊ പറയുന്നത്
CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും മലപ്പുറത്തെ ആക്ഷേപിക്കുന്നു, മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കുന്നു എന്നുള്ള ആരോപണമാണല്ലോ KPCC ഉന്നയിച്ചിട്ടുള്ളത്. ഈ മലപ്പുറം ജില്ല രൂപീകൃതമായിട്ടുള്ളത് 1967 1967 EMS സർക്കാർ മലപ്പുറം രൂപീകരിക്കുമ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനാകും എന്നാ പറഞ്ഞത് കോൺഗ്രസ്. കേളപ്പജിയുടെ നേതൃത്വത്തിലാണ് അവരത് പറഞ്ഞത്. പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും എന്ന് കേളപ്പജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ജനസംഘവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവര് രണ്ടുപേരും പറഞ്ഞ ആര്യാടന്റെ നേതൃത്വത്തിലാണ് വലിയ പ്രകടനം നടന്നത്. മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനാകും എന്ന് പച്ചക്ക് വർഗീയത പറഞ്ഞവരാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഉന്നം വെക്കുന്നത് മറ്റൊന്നുമല്ല, താൽക്കാലിക ലാഭത്തിന് വേണ്ടി മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാൻ കഴിയോ, മലപ്പുറത്തെ പിണറായി കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല നമുക്കറിയാം, ഈ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രദേശമല്ല. അന്തമാൻ ദ്വീപിൽ മലപ്പുറം ഉണ്ടാവാൻ തന്നെ കാരണം 1921 മലബാർ കലാപം, കർഷകരും കർഷക തൊഴിലാളികളും ജമ്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ നടത്തിയ വലിയ പോരാട്ടം, ആ പോരാട്ട സമരത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. മാത്രമല്ല ആ പോരാട്ടത്തിൽ മലപ്പുറത്തെ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. 1921 25ാം വാർഷികം 1946 പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ചപ്പോ ഏറനാട് വള്ളുവനാട് താലൂക്ക്, അന്ന് മലപ്പുറം ജില്ലയില്ല, ഏറനാട് വള്ളുവനാട് താലൂക്കിലെ കർഷകരും കർഷക തൊഴിലാളിയും നടത്തിയ സമരത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ആ സമരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്ത, എന്നാൽ അതിന്റെ വർഗീയ ഭാഗത്തെ താക്കീതായും പ്രഖ്യാപിച്ചിട്ടുള്ള സമരം നടത്തിയവരാണ് CPM. അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടതാണ് സഖാവ് AKG 1921 25ാം വാർഷികം 1946 ഇല്ലേ. ഇപ്പോ മലപ്പുറത്തിന്റെ വിഷയം തന്നെ പറയുമ്പോ ഇവര് പറയുന്ന ഒരു കാര്യം എന്താണ്, പോലീസിലെ RSSന്റെ സ്വാധീനം പറയുന്നു. 1921 മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോലീസാണ് MSP, മലപ്പുറം സ്പെഷ്യൽ പോലീസ്. അതിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ്, പ്രവേശനം തിരിച്ചു കൊടുത്തില്ല. 1950 കാമരാജും അതുപോലെ തന്നെ രാജാജിയും ഭരിച്ച മദിരാശി ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു, കോൺഗ്രസ് ഭരിച്ച മദിരാശി ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു മലപ്പുറം. അന്ന് MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം കൊടുത്തില്ല. 1957 EMS ഗവൺമെന്റ് ആണ് MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം കൊടുത്തത്. ബ്രിട്ടീഷുകാർ നിരോധിച്ചായിരുന്നു മലപ്പുറം നേർച്ച. ആ നേർച്ച പുനഃസ്ഥാപിച്ചത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 21 സമരം മമ്പറം തങ്ങളുടെ നേതൃത്വത്തിൽ, ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മമ്പറം പള്ളി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല, തകർന്ന പള്ളികളും മദ്രസകളും പുനഃസ്ഥാപിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം. 47 ഇന്ത്യ മതേതര ഇന്ത്യയായി മാറി, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. കോൺഗ്രസ് നിയമം മാറ്റിയോ? പള്ളി ഉണ്ടാക്കാൻ മദ്രസ ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നില്ല. മദിരാശി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ സർക്കാർ നിയമം കൊണ്ടുവന്നില്ല. ആരാ കൊണ്ടുവന്നത്? 1957 EMS ഗവൺമെന്റ് പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും നിയമം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മലപ്പുറത്തിനും അനുകൂലമായി എക്കാലത്തും നയങ്ങളും തീരുമാനങ്ങളും എടുത്തിട്ടുള്ള CPM ആണ്. അത് വർഗീയപരമായ ഒരു രീതിയിലല്ല, ആ നാട്ടിലെ ആളുകളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ. മറ്റൊരു കാര്യം, ഇവിടെ കള്ളക്കടത്തിന്റെ പേര് പറയുന്നു, കള്ളക്കടത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഹവാല പണമിടപാടും, ഈ രണ്ട് സാധനവും മതവിശ്വാസം, ഒരു മുസ്ലിം മതവിശ്വാസ പ്രകാരം പോലും അത് തെറ്റാണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട് ഇതിലേക്ക്. ഈ സർക്കുലർ നൽകുന്ന എന്ത് ഉദ്ദേശമാണ്? അത് വിധ്വംസകമാണോ? കാരണം അതിൽ വർഗീയ ധ്രുവീകരണമുണ്ടോ, അതോ കേവലം രാഷ്ട്രീയ ആക്ഷേപങ്ങളാണോ? നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകാം. അത് വരാം. ശ്രീ നാസർ കൊളായി, ഞാൻ താങ്കളിലേക്കും ജയചന്ദ്രൻ സാറിലേക്കും ശ്രീകുമാർ സാറിലേക്കും ഒക്കെ എത്താം. ശ്രീകുമാർ, നാസർ കൊളായി സൂചിപ്പിച്ചത് മലബാർ പ്രദേശത്ത് പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഈ മലപ്പുറം ജില്ല പോലും രൂപീകരിക്കുന്നതിനും അതിന് നിദാനമായതുമായ ഇടതുപക്ഷ സർക്കാരുകളുടെയും EMSൻ്റെയും അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ സ്വർണത്തിൻ്റെയും ഹവാലയുടെയും പിടികൂടൽ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ അത് പിടികൂടുന്ന പോലീസ് അതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ അതെങ്ങനെയാണ് മലപ്പുറം ജില്ലയ്ക്കും ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനും എതിരെയാകുന്നത്? ഈ ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു.
അതായത് അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടു. ഉം. മലപ്പുറം ജില്ല രൂപീകരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മലപ്പുറത്തെ കുറ്റപ്പെടുത്തില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയല്ല, ആയിക്കോട്ടെ. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ അതിനെ എതിർത്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല രൂപീകരിച്ചപ്പോൾ CPM എന്ന് പറഞ്ഞത് കെ നായർക്ക് കെ കരുണാകരൻ നൽകിയ സമ്മാനം എന്നാണ്. അപ്പൊ ആ ജില്ല രൂപീകരിച്ചപ്പോ CPM അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇന്നിപ്പോ ആ ഒരു CPM എം എൽ എയുടെ സമ്മർദ്ദത്തിലല്ലേ വന്നത്? ഇല്ലല്ലോ. അത് ആ ഒരു എം എൽ എയുടെ സമ്മർദ്ദം, അല്ലാതെ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിനെതിരെ അല്ല. ഒരു MLA മാത്രം ഭൂരിപക്ഷത്തിന് ആവശ്യമായപ്പോൾ വന്ന സമ്മർദ്ദത്തെയാണ്, രാഷ്ട്രീയ സമ്മർദ്ദത്തെയാണ്, അതിൻ്റെ അധാർമികതയാണ് CPM ചൂണ്ടിക്കാണിച്ചതെന്ന്. അത് പോട്ടെ, പറഞ്ഞോളൂ. അല്ല ഏത് ജില്ല രൂപീകരിക്കുമ്പോഴും അതിനൊരു കാരണം കാണും. ആ കാരണം എല്ലാവരും അനുകൂലിക്കണമെന്നില്ല, ചിലർ എതിർക്കും. അതൊരു വിഷയമല്ല ഇവിടെ. ഇവിടെ മുഖ്യമന്ത്രി മലപ്പുറത്തെ പരാമർശിച്ച് പറഞ്ഞത് ഒരു രാഷ്ട്രീയ വിശദീകരണ പത്രസമ്മേളനത്തിലാണ്. അതിനുശേഷം രാഷ്ട്രീയമായി നടത്തിയ ഒരു അഭിമുഖത്തിലാണ്. ആ ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്ത അഭിമുഖം മുഴുവൻ രാഷ്ട്രീയമായിരുന്നു, വികസനമല്ല. അക്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. CPM നേതാക്കൾ പറയുന്ന പ്രശ്നം തീർന്നതാ. പ്രശ്നം തീരില്ല. കാരണം പ്രശ്നം തീരണമെങ്കിൽ ആരാണ് അത് എഴുതി ചേർക്കാൻ കൂട്ടുനിന്നത് എന്നയാളെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരണം. അത് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്തത്തോളം കാലം ആ പ്രശ്നം തീരില്ല. അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞു. പത്രം ഖേദവും പ്രകടിപ്പിച്ചില്ലേ സാർ? പിന്നെന്തിനാണ് ഈ വീണ്ടും വീണ്ടും എഴുതാപ്പുറം വായിക്കുന്നത്? എന്നിട്ട് അത് ഉൾപ്പെടുത്തി സർക്കുലർ ഉണ്ടാക്കുന്നു. അത് ശരിയാണോ എന്നുള്ളതല്ലേ പ്രധാന വിഷയം? അല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അതായത് പത്രം മാപ്പ് പറഞ്ഞു എന്നുള്ളത് ശരിയല്ല. പത്രം മാപ്പ് പറയുന്നതിന്റെ കൂട്ടത്തില് അവർ തന്നെ ഒരു എഴുതിയ വാചകങ്ങൾ, അത് ജയന്തനാണ് ഇപ്പോൾ വായിച്ചു തരാൻ. ജയന്തനോട് വന്നാൽ ജയന്തനെ വായിച്ചു തരാം. എന്റെ ആ കുറിപ്പഞ്ചലിയില്ല, വിശദീകരണ കുറിപ്പഞ്ചലിയില്ല. അപ്പൊ അത് പാർട്ടി പത്രം എന്തിനാ തമസ്കരിച്ചത്, എന്തിനാ വെട്ടിക്കളഞ്ഞത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കണം. അവിടെ നിൽക്കട്ടെ, ഇവിടെ മലപ്പുറമുള്ള വിഷയം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആ സർക്കുലർ നിങ്ങൾ വായിച്ചാൽ അതിലെ മലപ്പുറം വിഷയം കത്തിക്കിടന്നതിലില്ല. മുഖ്യമന്ത്രി ഇന്നത്തെ ഏറ്റവും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനവും ഡൽഹി അഭിമുഖവും അൻവറിനുള്ള മറുപടികളും RSS ADGP ബന്ധമൊക്കെയാണ്. തൃശ്ശൂർ പൂരം തടസ്സപ്പെട്ടതൊക്കെയാണ്. ഈ കാര്യങ്ങൾ പൊതുസമ്മേളനങ്ങളിൽ പറയാൻ വേണ്ടി കോൺഗ്രസ് സർക്കുലർ ഇറക്കും. അത് വർഗീയമാണെന്നൊക്കെ പറഞ്ഞ അതിനകത്ത് മലപ്പുറം ഉൾപ്പെടുത്തിയ വർഗീയത ഒരു മൗദൂദി മതരാഷ്ട്രവാദികൾ ഉന്നയിക്കുന്നതാണെന്നാണ് പ്രധാനമായും ഇടതുപക്ഷത്തിന്റെ ആരോപണം. ശ്രീ നാസർ കൊളായി, ഈ ശ്രീകുമാർ സാറ് സൂചിപ്പിച്ചതിൽ തെറ്റുണ്ടോ? ശ്രീ നാസർ കൊളായി, താങ്കൾ കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ശ്രീകുമാർ എന്തിനാണ് പത്തനംതിട്ട ജില്ലയെ CPM എതിർത്തിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്? അത് ഒരു വ്യക്തിക്ക് സമ്മാനമായി ഒരു ജില്ല സമർപ്പിക്കുന്നതുമായി സംബന്ധിച്ച ആ കാലത്തുണ്ടായ വാദങ്ങളാണ്. അതിനെ ഒരിക്കലും ഒരു മതത്തിന്റെ പേരിൽ CPM എതിർത്തിട്ടില്ല. പക്ഷേ എന്റെ ശ്രീകുമാർ അങ്ങ് വിട്ടുകളിയുന്നത് അവര് മലപ്പുറത്ത് പൊന്നാനിക്കടപ്പുറത്ത് പാകിസ്ഥാന്റെ പട്ടാളമിറങ്ങും. ഈ ആരോപണം ഉന്നയിച്ചത് ആരാണ്? ഒന്ന് ജനസംഘം, രണ്ട് കേളപ്പജിയോടൊപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഒരുമിച്ച് നടന്ന സഖാവ് AKG പറഞ്ഞു, കേളപ്പജി അന്ന് നിങ്ങളുടെ കൂടെ ഒരു സമരത്തിൽ കൂടെ നിന്നിരുന്നു എന്ന് പറയുന്നതിന് പോലും എനിക്ക് ലജ്ജയുണ്ട്. കാരണം നിങ്ങൾ മലപ്പുറം ജില്ലയെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ജില്ല വരുമ്പോ പൊന്നാനിക്കടപ്പുറത്ത് പാകിസ്ഥാൻ പട്ടാളം ഇറങ്ങുമെന്ന RSSന്റെ വാദത്തോട് നിങ്ങൾ ചേർന്ന് നടക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് എന്ന് കൃത്യമായി സഖാവ് AKG പറഞ്ഞു. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് CPM ആണ്. അതൊരു മുസ്ലിം ജില്ലയായി ഇന്ന് വരെ CPM കണ്ടിട്ടില്ല. അങ്ങനെ കോൺഗ്രസ് കണ്ടതുകൊണ്ടാണോ ആര്യാടന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ മുദ്രാവാക്യം വിളിച്ചത്? മറുപടി പറയണ്ടേ? ആ മലപ്പുറം ജില്ലയെ ന്യൂനപക്ഷമായി കാണുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ആരുടെ കൈകൊണ്ടാണ്? RSSന്റെ കൈകൊണ്ട്. 1925 രൂപീകൃതമായ RSSന്റെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മലപ്പുറത്തെ CPM ആക്രമിക്കുന്നു പറഞ്ഞ്. ഈ RSSന്റെ ആയുധപുരക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് സുധാകരന്റെ പാർട്ടിയാണ് ശ്രീകുമാർ. KPCC പ്രസിഡന്റ് സുധാകരന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതീതിയാണ് ശ്രീകുമാർ. എന്താ സുധാകരന്റെ പ്രസംഗത്തെ കുറിച്ച് ശ്രീകുമാറിന് പറയാനുള്ളത്? CPM ആക്രമിക്കുമെന്ന് കരുതി RSSന്റെ ആയുധപുരക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ ഒന്നാമത്തെ ശത്രുവായി കാണുന്ന RSSന്റെ ആയുധപുരയിൽ ആയുധ സംഭരണത്തിനും ആയുധ പരിശീലനത്തിനും ഞാൻ ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രസംഗിച്ച സുധാകരന്റെ നിലപാടിനോട് കോൺഗ്രസുകാരനായ ശ്രീകുമാറിന് എന്ത് പറയാനുണ്ട്? ഈ KPCCക്ക് എന്ത് പറയാനുണ്ട്? ഈ സർക്കുലർ ഇറക്കിയത് KPCC അല്ലേ? സുധാകരൻ നേരിട്ട് പറഞ്ഞതല്ലേ? ഇതേക്കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്?
എന്നിട്ട് എക്കാലത്തും ഇന്ത്യയുടെ ചരിത്രവും കേരളത്തിന്റെ ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള CPM, തലശ്ശേരി കലാപം നമുക്കറിയാം. ഒരു മനുഷ്യനെ തലശ്ശേരി കലാപത്തിൽ മരിച്ചിട്ടുള്ളൂ, സഖാവ് UK കുഞ്ഞിരാമൻ. ആ തലശ്ശേരി കലാപത്തിൽ RSSനെ പ്രതിരോധിച്ച് മരിച്ചു വീണത് ഒറ്റ മനുഷ്യനാണ്, ഇല്ലേ? UK കുഞ്ഞിരാമൻ. കേരളത്തിലെ ഓരോ സംഭവം, കോഴിക്കോട് മതന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യാനികളെ ആക്രമിക്കപ്പെട്ടപ്പോ അതിനെതിരെ പ്രതികരിക്കാനുണ്ടായിരുന്നാണ് DYFI ആണ് ഉണ്ടായിട്ടുള്ളത്. മാറാട് കലാപം നടന്നപ്പോ ആ കലാപ ഇടങ്ങളിലെ ഇരകളെ കാണാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി പോയല്ലോ. ആന്റണിയുടെ കൂടെ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നല്ലോ. മാറാട് കടപ്പുറത്തേക്ക് കടക്കുമ്പോ കുമ്മനം രാജശേഖരനും RSSും ആന്റണിയെ തെരഞ്ഞുകൊണ്ട് പറഞ്ഞെന്താ, മിസ്റ്റർ ആന്റണി, നിങ്ങൾക്ക് മാറാട് കടപ്പുറത്തേക്ക് വരാം, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ, അയാൾ മാപ്പിളയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കില്ല. എന്തായിരുന്നു ശ്രീകുമാരെ ചെയ്തിരുന്നത് ആന്റണി? സകല പോലീസിന്റെ സൗകര്യം ഉണ്ടായിട്ടും കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചയച്ച് ഒറ്റയ്ക്ക് മാറാട് കടപ്പുറത്തേക്ക് പോയി. അതേ വഴിയിലൂടെ 2 നാൾ കഴിഞ്ഞപ്പോ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി, ഈ ബേപ്പൂരിന്റെ MLA ആയിരുന്ന VKC മുഹമ്മദ് കോയയും മുൻ MLA എളമരം കരീമിന്റെയും കൈപിടിച്ച് അതേ വഴിയിലൂടെ വന്നപ്പോ അതേ ഇടത്ത് വെച്ച് കുമ്മനം രാജശേഖരനും RSSും തടഞ്ഞിട്ട് പറഞ്ഞത്, നിങ്ങളുടെ കൂടെയുള്ള VKC മുഹമ്മദ് കോയയും എളമരം കരീമും മുസ്ലിമാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. എന്താ സംഭവിച്ചത്? ആന്റണിയെ പോലെ തിരിഞ്ഞടക്കുക ചെയ്തത്? മാറി നിൽക്കണോ എന്ന പിണറായിയുടെ ഗർജനം വന്നു. ഈ 2 പേരുടെയും കൈപിടിച്ചുകൊണ്ട് മാറാട് കടപ്പുറത്തേക്ക് പോയി. RSSനെ CPMഉം പിണറായിയും നേരിട്ടിട്ടുള്ളത് അങ്ങനെയാണ്. എന്നാൽ RSSന്റെ ആയുധപ്പുരക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന KPCCക്ക് മതന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയാൻ ഈ കേരളത്തിൽ എന്താ അവകാശമുണ്ട്? ശ്രീകുമാർ, അതിന്റെ ഉത്തരം എന്ന് പറയട്ടെ. ഇത് പ്രസംഗിച്ചിട്ടില്ലേ സുധാകരൻ? പരസ്യമായ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ? സുധാകരൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ന്യൂനപക്ഷത്തെ മുസ്ലിങ്ങൾ ഒന്നാം ശത്രുവായി കാണുന്ന RSSന്റെ ആയുധപ്പുരക്ക് കാവൽ നിന്നവരാ. ഇവരാണോ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായിട്ട് ഇപ്പോ വരുന്നത്? കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഡൽഹിയിലെ തെരുവീതികളിൽ പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ മെമ്പർമാരില്ല CPMന്. ഡൽഹിയിലെ മതന്യൂനപക്ഷങ്ങളുടെ വീടുകള് ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർത്തപ്പോ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നല്ലോ, സോണിയാഗാന്ധി ഉണ്ടായിരുന്നല്ലോ, പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നല്ലോ, KC വേണുഗോപാൽ ഉണ്ടായിരുന്നല്ലോ, സകല കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. ഡൽഹിയിൽ ഒരു മനുഷ്യനെ കണ്ട വഴിക്ക് ആ ബുൾഡോസറിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് എന്റെ ശവശരീരത്തിൽ ചവിട്ടിയിട്ടല്ലാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയാൻ CPIഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാക്കാരാട്ട് വേണ്ടി വന്നു. ചരിത്രം, ചിത്രം, ഈ നാട്ടിലെ സകല പത്രങ്ങളും ഒന്നാമത്തെ പേജിൽ എഴുതിയ ചിത്രം എന്താണ്? വാർത്ത എന്താണ്? ഒരു തീ, ഇല്ലേ? മുസാഫർപൂരിൽ കലാപമുണ്ടായി, 100 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, 1000 മുസ്ലിങ്ങളുടെ മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തകർക്കപ്പെട്ടു. ഈ കേരളത്തിലെ തെരുവീതികളിൽ CPM പാട്ടപ്പിരിവ് നടത്തി 51 ലക്ഷം രൂപ സമീകരിച്ചു. 1 വർഷം കൊണ്ട് മുസാഫർപൂരിലെ മുസ്ലിംമാര് വീടുണ്ടാക്കി കൊടുത്തത്, ലൈബ്രറി ഉണ്ടാക്കി കൊടുത്തത്, സ്കൂൾ ഉണ്ടാക്കി കൊടുത്തത് CPM ആണ്. നിങ്ങൾ എവിടെയും ചരിത്രമെടുത്ത് പരിശോധിക്കുക. ഇന്ത്യയിൽ എവിടെ കലാപം ഉണ്ടാകുമ്പോഴും അവിടെ ഓടിയെത്തുന്നത് CPM ആണ്, ഇല്ലേ? ആ CPMനെയാണോ നിങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് KPCC സർക്കുലർ ഇറക്കാൻ? CK പത്മനാഭന്റെ ഒരു വാക്ക് ഞാൻ ആലോചിച്ചു പോവാണ്. കോൺഗ്രസ് മുക്ത BJP ആണ് എന്റെ സ്വപ്നം. BJP സാധാരണ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, കോൺഗ്രസ് മുക്ത ഇന്ത്യയാണ് അവരുടെ സ്വപ്നം. CK പത്മനാഭന് പറയേണ്ടി വന്നു, കോൺഗ്രസ് മുക്ത BJP ആണ് എന്റെ സ്വപ്നം. എന്താ കാരണം? കഥ പോവല്ലേ? നമ്മുടെ നാട്ടിൽ ആന്റണിയുടെ മകൻ പോയി, 3 കേരള മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയി, ആന്റണിയുടെ മകൻ പോയി, പഴയ മുഖ്യമന്ത്രിയുടെ മകൻ പോയി, ആർഷയുടെ മകൻ പോയി, കരുണാകരന്റെ മകൾ പോയി. ഇനി എത്ര പേര് പോകാനിരിക്കുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി 2019 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി ഈ കേരളത്തിൽ. ഇനിയിപ്പോ ഒരു MP പോകാനിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ആർക്കറിയാം പോകുമോ ഇല്ലയെന്ന്. എന്നിട്ടാണ് KPCCയുടെ സർക്കുലർ. RSSന്റെ ആയുധപ്പുരക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ സുധാകരൻ നയിക്കുന്ന KPCC മതന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള ഇതാണ്. അതായത് CPIഎമ്മും ഇടതുപക്ഷവും ഉയർത്തുന്ന രാഷ്ട്രീയ ജനുസും കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയ ജനിത ഘടനയും തമ്മിലുള്ള വ്യത്യാസവും, അതിലുള്ള വർഗീയ ശക്തികളെ എതിർക്കുകയും അതിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഈ ഒരു വിധത്തിലാണ് ഇടതുപക്ഷം രൂപപ്പെട്ടിട്ടുള്ളത്, CPIഎം രൂപപ്പെട്ടു വന്നിരുന്നുള്ളത്. ആ സംഭവഗതികളെയാണ് മറ്റൊരു ദിശയിൽ വർഗീയ ലാക്കോടുകൂടി കോൺഗ്രസ് തിരിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സർക്കുലർ എന്ന അർത്ഥത്തിലാണ് CPIഎമ്മും
ഇടതുപക്ഷവും ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തി. ശ്രീകുമാർ, നോക്കൂ അജിംഷാദെ, നിങ്ങൾ ഈ സർക്കുലർ എന്ന് പറയല്ലേ, ഇത് പാർട്ടി നേതാക്കൾക്ക് പ്രസംഗിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾക്കിടയില് സംഭവത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അല്ല, പറയുന്നത് കേൾക്കൂ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പ്രസംഗിക്കണം എന്നാണ് പറയുന്നത്. അത് കൃത്യമായി പ്രസംഗിച്ചിരിക്കും. മലപ്പുറം ജില്ലയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് CPM-ന്റെ തീരുമാനമാണെന്ന് ആരും പറയുന്നില്ല, ഞാനും കരുതുന്നില്ല. CPM-ന്റെ നയമല്ല, സംശയം വേണ്ട. CPM-ന് അങ്ങനെ വർഗീയ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ കൂട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് CPM-ന്റെ നയമല്ല, അവിടെയാ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി PR വർക്ക് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നവർ ഇങ്ങനെ എതിർ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്നതാണ് ചോദ്യം. അതാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അല്ലാണ്ട് വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഗീയ വിഷയമൊന്നും കുത്തിച്ചെലുത്തലല്ല. ആണോ ശ്രീ എം ജയചന്ദ്രൻ? അതായത് ഈ പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമ്പോൾ താഴേക്കുള്ള അണികൾ, പ്രവർത്തകർ, അവർ ഏത് വിധത്തിലാണ് ഭരണകക്ഷിയെ എതിർക്കേണ്ടത്, ഇടതുമുന്നണിയെ എതിർക്കേണ്ടത്, അതിനൊരു ദിശാബോധം നൽകുന്നത് മാത്രമാണ് ഈ സർക്കുലറിൻ്റെ വശം. അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് തന്നെ ദുഷ്ടലാക്കാണെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ വിശദീകരിക്കുന്നതാണോ? ശ്രീ എം ജയചന്ദ്രൻ അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കണമല്ലോ അജിംഷാദെ. കാരണം അവര് ഈ ദുഷ്ടലാക്കോടുകൂടി താങ്കൾ വിശദീകരിക്കുന്നതിനാണ്. കാര്യം അവരുടെ ലാക്ക് അവരെ സംബന്ധിച്ചോളം സതുദ്ദേശപരമാണ്. ദുഷ്ടലാക്കുന്ന അജിംഷാദ് പറഞ്ഞതാണ്, അതാണ് ശ്രീകുമാർ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് പ്രശ്നവും. ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ എത്ര പറഞ്ഞാലും ഇപ്പോ ഹിന്ദു എന്ന് പറഞ്ഞ പത്രം അത് റെപ്യൂട്ടഡ് ആണോ അല്ലെങ്കിൽ ഇന്നലെ ഇറങ്ങിയതാണോ അതൊക്കെ മാറ്റി വെച്ചേക്കുക. ഹിന്ദു എന്ന് പറയുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പത്രം, ആ പത്രത്തിൽ കേരള മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റുകാരനുമായ പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ 1-ാം പേജിൽ അടിച്ചു വരുന്നു. അതിൽ താൻ പറയാത്ത കാര്യങ്ങൾ വന്നു എന്ന് പിണറായി വിജയന് മനസ്സിലാവുകയും അത് തിരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെയാണ് കത്ത് കിട്ടിയ അന്ന് തന്നെ പത്രം വിശദീകരണക്കുറിപ്പ് ഇറക്കുന്നു. വിശദീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് PR ഏജൻസിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അതിൽ ചേർത്ത് പോയിട്ടുള്ളതാണ്. എന്നാലും ഹിന്ദു എന്ന പത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഹിന്ദുവിനെ പോലുള്ളൊരു പത്രത്തിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഹിന്ദു എന്നുള്ള പത്രം ഇന്നലെ ഇറങ്ങിയാണോ പുതുതാണോ ഉള്ള വിട്ടുകളയുമെന്നുള്ള ആദ്യം പറഞ്ഞു. പക്ഷെ അവസാനമാണ് ഹിന്ദുവിന്റെ പ്രാധാന്യം വരുന്നത്. ഇത് ഇന്നലെ ഇറങ്ങിയ പത്രമല്ല, ഹിന്ദു 150 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ദേശീയ ദിനപത്രമാണ്. അത്രയും റെപ്യൂട്ടേഷനുള്ള ഹിന്ദു പോലൊരു പത്രം നിർവ്യാജം ഖേദിക്കുന്നതല്ല, ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ക്ഷമ ചോദിക്കത്തക്കവണ്ണം ഒരു തെറ്റ് ഹിന്ദു എന്ന പത്രത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്നതിന് പത്രാധിപർക്ക് മനസ്സിലാവുന്നു, ആ മീഡിയ ഹൗസിന് മനസ്സിലാവുന്നു. അതാണ് പ്രാധാന്യം. ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയൊരു മീഡിയ ഹൗസാണ്. ആ മീഡിയ ഹൗസിന് മനസ്സിലാവുന്നു തങ്ങളുടെ തെറ്റ് ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയോട്. അദ്ദേഹം CPM-ന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ്. ആ തെറ്റ് തിരുത്തുക എന്നുള്ള തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് തങ്ങൾ തിരുത്തുകയാണെന്ന് പറയുന്നു. ഒപ്പം ഇതെങ്ങനെയാണ് വന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ശ്രീകുമാറിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരാൾ പറയുകയാണ് അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്തുകൊണ്ട് അംഗീകരിക്കില്ല അതറിഞ്ഞുകൂടാ. കോൺഗ്രസിന്റെ ഇപ്പൊ ലിജുവിന്റെ സർക്കുലറാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ലിജുവിന്റെ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് 5-ാം തീയതി മുതൽ 28-ാം തീയതി വരെ കേരളത്തിൽ മുഴുവൻ പ്രസംഗിക്കേണ്ട വിഷയങ്ങളിൽ ഇതുകൂടെ പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതാണ് പ്രധാന പ്രസംഗ വിഷയമായിട്ട് വരാൻ പോകുന്നത്. എത്ര നാൾ പ്രസംഗിക്കും? കാര്യം എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു CPM-നെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ പ്രതിപക്ഷത്തിനെയോ മറ്റാരെങ്കിലുമോ ന്യായീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റെടുക്കുന്നില്ല. പക്ഷെ വസ്തുത പറയാൻ ഈ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകന്റെ പണി മാധ്യമപ്രവർത്തനമാണ് എന്ന് വീണ്ടും ഹിന്ദു തെളിയിക്കുകയാണ്. തങ്ങളുടെ പണി രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് ഹിന്ദു ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ക്ഷമ ചോദിക്കൽ വരുന്നത്. അല്ലെങ്കിൽ വരില്ല. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ചെയ്യില്ല എന്ന് മിനിഞ്ഞാന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ. നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹിന്ദു ആ ആർജവം, ഉത്തരവാദിത്വം, പത്രപ്രവർത്തകർ ആ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള എത്തിക്സ് അത് കൃത്യമായി കാണിക്കുകയാണ്. അവിടെ പത്രപ്രവർത്തകന്റെ പണി രാഷ്ട്രീയ പ്രവർത്തനമല്ല, അത് പത്രപ്രവർത്തനമാണ് എന്ന് അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു കഴിഞ്ഞു തെറ്റെന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും തങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇന്ന വഴിയിലാണ് തങ്ങളുടെ തെറ്റ് സംഭവിച്ചത് എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്.
ഈ വഴിയിലാണ് തെറ്റ് വന്നത്, എങ്കിലും ഞങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു എന്നാലും സമ്മതിക്കില്ല. വല്ല വല്ല പ്രയോജനമുണ്ടോ? വളരെ എവിടെയെങ്കിലും എത്ര ഷാർപ്പും പറഞ്ഞാലും കൃത്യവുമായ നിരീക്ഷണമാണ് ശ്രീ എം ജയചന്ദ്രൻ മുമ്പോട്ട് വെച്ചത്. ഞാൻ തിരിച്ചെത്താം ശ്രീ എൻ ശ്രീകുമാർ സാറിലേക്കും മറ്റ് അതിഥികളിലേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എന്താണ് കോൺഗ്രസിൻ്റെ സർക്കുലറിന് പിന്നിൽ? ആ സർക്കുലർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം ശരിയാണോ? ശരിയായ ഒരു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യത്തിനുള്ള ദിശ നൽകൽ മാത്രമാണോ? അതിന് പിന്നിൽ വർഗീയ അജണ്ട ഉണ്ടോ? ഇടതുപക്ഷം ആരോപിക്കുന്ന പോലെയുള്ള ഒരു വർഗീയ അജണ്ടയുടെ ലക്ഷ്യമാണോ? ഇതൊക്കെയാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി ശ്രീ എച്ച് ഹാഫിസ് കൂടി ചേരുകയാണ്. ശ്രീ ഹാഫിസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്, അതായത് മതരാഷ്ട്രവാദികൾ ഉന്നയിക്കുന്ന, അവർ ഉയർത്തിപ്പിടിക്കുന്ന പല വാദങ്ങളും, അപ്പോൾ പി വി അൻവറിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന വാദങ്ങൾക്ക് മേമ്പൊടി നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നു കോൺഗ്രസിൻ്റെ സർക്കാർ. ഇതാണ് പ്രധാന ആക്ഷേപമായി ഉയരുന്നത്. ആണോ ശ്രീ എച്ച് ഹാഫിസ്? അതെ, അത് സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ കൂടെ കോൺഗ്രസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വർഗീയ സംഘടനകളുടെ, പ്രത്യേകിച്ച് മൗദൂദി രാഷ്ട്രീയത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. ആ മൗദൂദി രാഷ്ട്രീയം എത്രത്തോളം അപകടകരമാണെന്ന് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത രീതിയിലാണ് അവരുടെ കയ്യിൽ ഭരണമെത്തിയപ്പോൾ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം പോലും ഇല്ലാതെ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടുത്തെ UDF രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരാണ്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ ഇവരെ മത്സരിച്ചവരാണ്. പക്ഷേ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവർ പരസ്യമായി UDF പിന്തുണയായി വരുന്ന കാഴ്ചയാണ്. ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് മാറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വർഗീയ അജണ്ടയ്ക്കൊപ്പമാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ ഈ രാജ്യം വളരെ കുട്ടിച്ചോറാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്ന സർക്കുലർ. പിന്നെ മലപ്പുറം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജമാഅത്ത് പള്ളിയൊന്നുമല്ല. അവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. അവിടെ MLA-മാരുടെ എണ്ണത്തിൽ മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും എണ്ണം കൂടുമായിരിക്കും. പക്ഷെ അതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢശ്രമം കൂടി നടന്നു വരുന്നുണ്ട്. അത് പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസം തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായും എച്ച് ഹാഫിസ്. ശ്രീകുമാർ, അതാണ് ഈ ചില മാധ്യമ സ്വാധീനമുള്ള വർഗീയ കക്ഷികളുടെ മൗദൂദി രാഷ്ട്രീയം, മതരാഷ്ട്രവാദം, ഇതൊക്കെ ഉന്നയിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവയാകുന്നു കോൺഗ്രസ് എന്നതാണ് ഉയരുന്ന മറ്റൊരാക്ഷേപം. അത് ഈ സർക്കുലറിനെ ഉദ്ധരിച്ച് തന്നെയാണ് ഉയരുന്നത്. അതാദ്യം സർക്കുലർ വായിച്ചിട്ട് മനസ്സിലാക്കട്ടെ. ഇതിൽ വേറെ നമ്മൾ വല്ലാതെ മറ്റേ വാക്കുകളൊന്നും ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. കേരളത്തിലെ ഗവൺമെന്റിനെതിരായ കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് 20 ദിവസത്തെ പരിപാടി. ആ 20 ദിവസത്തെ പരിപാടിയിലെ ഒരു പ്രസംഗ ഇനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയും ഇന്ന് വെട്ടിയിരിക്കുന്ന പടുകുഴിയെ കുറിച്ചാണ്. ആ പടുകുഴിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, പാർട്ടിക്ക് പറ്റിയിട്ടില്ല. പാർട്ടി നേതാക്കളെ പ്രശ്നം തീർന്നു പറഞ്ഞാൽ തീരില്ല പ്രശ്നം. അത് ആദ്യമേ പറഞ്ഞു. CPIക്ക് തീർന്നിട്ടില്ല. CPIയുടെ മുന്നിൽ പാർട്ടിയുടെ മറ്റേ രണ്ടാമത്തെ ഘടകകക്ഷിയല്ലേ മുന്നണിയുടെ CPI, അവരുടെ മുന്നിൽ തീർന്നിട്ടില്ല. RSS ADP ബന്ധത്തിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിൽ എന്ന് ഗോവിന്ദ മാസ്റ്റർ ഇന്നലെ പറഞ്ഞു. എത്ര ഘട്ടം കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സാധാരണ അവസാന ഘട്ടം എത്തുമ്പോൾ അതിന് മുമ്പ് 1, 2, 3, 4, 5 ഘട്ടം ഉണ്ടാകണമല്ലോ. ഏത് ഘട്ടമാണ് കഴിഞ്ഞത്? പക്ഷേ ശ്രീകുമാർ സാർ, ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ആക്ഷേപം ശ്രീകുമാർ സാർ, ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ആക്ഷേപം ഇത്രയേറെ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, ഇത്ര ദിവസം നടക്കുന്ന പ്രക്ഷോഭത്തിൽ എങ്ങനെയാണ് ഭരണകക്ഷിയെ, CPIM-നെ, ഇടതുപക്ഷത്തെ പ്രതിരോധിക്കേണ്ടത് എന്നത് അണികൾക്ക് നൽകുന്ന ഒന്നാണ് ഈ സർക്കുലർ എന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ. പക്ഷേ അതിലെവിടെയാണ് BJP-ക്കെതിരെ ഒരു ശക്തമായ വാദമില്ല, മോദി സർക്കാരിനെതിരായ ശക്തമായ വിമർശനമില്ല. അപ്പോൾ BJP-യും മോദി സർക്കാരും കേന്ദ്ര ഭരണവും ഒന്നും എതിർക്കപ്പെടേണ്ടതല്ലേ കേരളത്തിലെ കോൺഗ്രസിന്? ശ്രീകുമാർ, നല്ല ചോദ്യമാണത്. ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ പ്രക്ഷോഭം തീരുമാനിക്കുന്നത് ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പോഴത്തെ ഘട്ടത്തില് ഈ പാർട്ടി KPCCയുടെ മുദ്രാവാക്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ജനകീയ പ്രക്ഷോഭവുമായി പ്രതിഷേധം, അങ്ങനെ കണ്ടാണ് ഹെഡിങ്. അത് ജനദ്രോഹ ഗവൺമെന്റിനെതിരെ ജനകീയ പ്രക്ഷോഭവുമായി പ്രതിഷേധം, അങ്ങനെയാണ് എന്റെ പേര്. അപ്പൊ ഇത് ജനദ്രോഹ ഗവൺമെന്റ് എന്ന് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. കാരണം ഇവിടെയാണ് KPCCയുടെ തീരുമാനമാണത്. AICC തീരുമാനവും KPCC തന്നെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തൊക്കെ നമ്മുടെ മുമ്പിൽ. അത് വിഷയങ്ങൾ മാറി വരുമ്പോഴാണ്. ഇപ്പോഴത്തെ വിഷയം KPCCയുടെ മുന്നിൽ കേരളത്തിലെ ജനദ്രോഹ നടപടികളാണ്. പെൻഷൻ കിട്ടാത്തത്, അതിക്രമങ്ങള്, പോലീസിന്റെ നടപടിക്രമങ്ങള്, CPI അടക്കം ഉന്നയിച്ചിട്ടുള്ള, അതായത് 4 മന്ത്രിമാരുള്ള CPI അടക്കം ഉന്നയിച്ച പൂരം കലക്കൽ പരിപാടി,
അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ CPM-ന്റെ രാഷ്ട്രീയ മാനത്തിൽ വന്ന മാറ്റം, ഇതൊക്കെയാണ് കേരളത്തിലെ ചർച്ചകൾ. ഇതെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. ഇത് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ CPM അവരുടെ നിലപാട് മാറ്റിയത്. അവരിപ്പോ എന്തോ പുതിയ ഒരു നയമൊക്കെ രൂപീകരിക്കാൻ പോകുന്നുണ്ട്. നല്ല കാര്യം. എത്ര നയം രൂപീകരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അന്തിമമായിട്ട് അവർക്ക് ആഗ്രഹം ആ ഭരണമാണ്. അപ്പോൾ സാറ് പറയുന്നത് ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ വിമർശനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഘട്ടത്തിൽ ഇവിടെ കേരള സർക്കാർ മാത്രമേ ഉള്ളൂ, LDF മാത്രമേ ഉള്ളൂ, CPIM മാത്രമേ ഉള്ളൂ, BJPയും കേന്ദ്ര സർക്കാരും ഇല്ല എന്നാണോ സാറ് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൽ? അല്ല, KPCCയുടെ തീരുമാനം ഇത് നമ്മൾ ഇപ്പോഴത്തെ 20 ദിവസത്തെ പരിപാടി LDF ഗവൺമെന്റിനെതിരെയാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രസ്താവന പ്രഖ്യാപിച്ചേക്കും. ഞാൻ കോൺഗ്രസിന്റെ KPCC ഇപ്പൊ പുറത്തിറക്കിയ പ്രസ്താവന. ശ്രീ നാസർ കൊളായി, ഉണ്ട്. അതായത് ഇപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത് കേരള സർക്കാരിനെതിരെയുള്ള വിമർശനമാണ്. അതുകൊണ്ടാണ് മോദി സർക്കാരിനെതിരായി ഈ ഘട്ടത്തിൽ ഉള്ള വിമർശനം ഈ സർക്കുലറിൽ വരാത്തത്, കോൺഗ്രസിന്റെ സർക്കുലറിൽ. അല്ല, മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ പറയില്ല. കാരണം മോദിയും നരേന്ദ്രമോദിയും BJPയും കോൺഗ്രസിന്റെ ശത്രുവല്ല. കേരളത്തെ ഇത്ര കൂടുതൽ കേന്ദ്രം അവഗണിക്കുന്ന ഒരു സന്ദർഭം, കേരളത്തെ പട്ടിണിയിലാക്കുന്ന സന്ദർഭം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ല. എനിക്ക് പറയാനുള്ള 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസംഗ വിഷയം മാത്രമാണ് ഈ സർക്കുലറിലൂടെ KPCC കൊടുത്തിട്ടുള്ളത് എന്നാണ് ശ്രീകുമാർ പറയുന്നത്. നമുക്കറിയാം, ഇത് വർഗീയപരമായി, ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയെ കുറിച്ച് വർഗീയപരമായിട്ടുള്ള പരാമർശം. ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി 2004 കോഴിക്കോട് കടപ്പുറത്ത് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ചൊരു വിഷയമുണ്ട്. ഇപ്പൊ ഇവര് പാർട്ടി അംഗങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള സർക്കുലർ എന്നാണല്ലോ പറയുന്നത്. 2004 സോണിയാഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചത് തെരുവമ്പറമ്പിലെ നബീസുവിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, 1000 പള്ളികളുടെ ഇമാമു കൂടിയായ പാണക്കാട് തങ്ങള് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രസംഗിച്ചത് നബീസുവിന്റെ ദുരനുഭവം ഇനി മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകാതിരിക്കട്ടെ. നല്ല പ്രസംഗമായിരുന്നു, നല്ല പ്രസംഗ വിഷയമായിരുന്നു. ലീഗും കോൺഗ്രസും ഒരുമിച്ച് ഈ കേരളത്തോട് പറഞ്ഞപ്പോ വിശ്വാസ്യത തോന്നിയ കേരള ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ചു. എന്നിട്ട് ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ബെൻസ് കാറിൽ പറന്നു നടന്നു. അതിന്റെ പേരിൽ ഷിബിൻ അവിടെ നാദാപുരത്ത് ഈന്തുള്ളതിൽ ബിനുവിനെ ഇതേ UDF-കാർ കൊന്നു. ഈ പ്രസംഗത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രസംഗത്തിന്റെ ഭാഗമായി സത്യം തെളിഞ്ഞു. നബീസു തന്നെ വന്ന് പറഞ്ഞു, എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. ഇത് KPCCയുടെയും AICCയുടെയും ഒക്കെ നേരത്തെയുള്ള പ്രവണതയാണ്. രാജ്യത്ത് വർഗീയ വിഷയം കൊണ്ടുവരിക, മതത്തിന്റെ പേരിൽ CPM-നെ ആക്രമിക്കുക, നമസ്കാരപ്പായലിട്ട് നബീസുവിനെ ബലാത്സംഗം ചെയ്തു. നമസ്കാരപ്പായ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൂജാമുറിയാണ്, ദൈവത്തോട് സംവദിക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ചൊരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് CPM-നെതിരെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വിഷയമാക്കിയവരാണിത്. അപ്പൊ ഇവരിൽ നിന്ന് പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ ശ്രീകുമാർ ഇവിടെ പറഞ്ഞു, ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ CPM-നെ കൂട്ടിയത്, ഇല്ലേ? സീതാറാം യെച്ചൂരി മരിച്ചപ്പോ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ശ്രീകുമാർ എന്ന് കേൾക്കണം. ഞങ്ങളെ ഇന്ത്യ മുന്നണിയെ ഒരു കൂട്ടുന്നതിനും അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ബുദ്ധി കേന്ദ്രം സീതാറാം യെച്ചൂരി ആയിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിലെ അംഗമായിട്ടില്ല, അതിന്റെ സഹയാത്രികരായിട്ടാണ്. അജിംഷാദ് ഒരു മിനിറ്റ്, ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. ഇവിടെ എന്തിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? കോൺഗ്രസ് ഇന്ത്യയിൽ മുന്നേറ്റമുണ്ടായി. ജോഡോ യാത്ര നടത്തിയതിന്റെ പേരിലാണ്, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയാണ് വിജയത്തിന്റെ കാരണം എന്നല്ല കോൺഗ്രസ് അവകാശപ്പെടുന്നത്. 2019 ജോഡോ യാത്ര നടത്തിയിരുന്നോ രാഹുൽ ഗാന്ധി? ഇല്ല. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോ വയനാട് 86,000 വോട്ട് രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞു. ഇന്ത്യയിൽ എവിടെയാണ് ഇന്ത്യ മുന്നണി ജയിച്ചത്? ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ജയിച്ചിട്ടുള്ളത് ബീഹാർ, ഹരിയാനയിലുണ്ട്, പഞ്ചാബിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. അവിടെയൊക്കെ വലിയ കർഷക സമരങ്ങൾ നടന്നു. ആ കർഷക സമരം കൊടുത്താരാണ്? CPM ആണ്, ഇടതുപക്ഷമാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര നടന്ന മധ്യപ്രദേശിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയോ? ഗുജറാത്തിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയോ? കോൺഗ്രസ് ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയോ? ഇല്ല. അത് വസ്തുതയാണ്. ശ്രീ നാസർ കൊളായി, ഞാൻ തിരിച്ചെത്താം. ഈ ശ്രീ M ജയചന്ദ്രൻ, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ശ്രീകുമാർ സാർ വിശദീകരിച്ചതുപോലെയാണോ ഘട്ടം ഘട്ടമായുള്ള പ്രതിഷേധ രീതിയാണ് കോൺഗ്രസ് അവലംബിക്കുന്നതെന്ന്? അതുകൊണ്ടാണ് ഇപ്പോൾ BJPക്കെതിരെ, മോദി സർക്കാരിനെതിരെ ഒരു വിമർശനം
ആ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും സർക്കുലറിൽ പാസ് ചെയ്യാതിരുന്നത്. ഇതാണ് ശ്രീകുമാർ സാറ് പറഞ്ഞത്. സത്യമാണോ? അങ്ങനെയാണോ രീതി? അങ്ങനെ അത്തരത്തിലുള്ളൊരു നടപടി അല്ലല്ലോ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ആ, നടപടികൾ തെളിയിക്കുന്നതല്ലല്ലോ. നമുക്ക് ഏറ്റവും സമീപകാലത്തുണ്ടായ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സമീപ വർഷങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ദുരന്തമാണല്ലോ മേപ്പാടിയിൽ ഉണ്ടായത്. അതിന് പിന്നെ നമ്മൾ ഓഗസ്റ്റ് 17 തന്നെ കൊടുത്തിരുന്നു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, കേന്ദ്രത്തിന് കൊടുത്തു. അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് കോൺഗ്രസ് അന്ന് പറഞ്ഞത്? എസ്റ്റിമേറ്റ് എന്ന മതിപ്പ് ചെലവിനെ എക്സ്പെൻഡിച്ചർ എന്ന ചെലവ് കണക്കാക്കി മാറ്റി. എന്നിട്ട് ഭയങ്കര ചർച്ചയോട് ചർച്ചയാണ്. 75,000 രൂപ മൃതദേഹത്തിന് കണക്ക്, ഒരു സംസ്കാരത്തിന് കണക്ക് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ 15 ലക്ഷം രൂപയാണ് മേപ്പാടിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീടിന് സർക്കാർ വെച്ചിരിക്കുന്ന തുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്ന അത്രയും കൂടെ നോക്കണേ. ആ ഫോർമാറ്റ് പ്രകാരം 1,30,000 രൂപ. ബാക്കി 13,70,000 രൂപ കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കേണ്ടത്. പല വഴികളിൽ നിന്നാണ് ശേഖരിക്കേണ്ടത്. അങ്ങനെയാണ് അവിടുത്തെ പുനരധിവാസ പദ്ധതി കൂട്ടിയോജിപ്പിക്കുന്നതും പിന്നെ ഈ റീബിൽഡ് എന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നതും. അത് മനസ്സിലാകാത്തവരല്ല കോൺഗ്രസ് നേതാക്കൾ, ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാർ. അത് മനസ്സിലാകാനായിട്ടൊന്നുമല്ല. പക്ഷെ അന്ധമായ പിന്നെ മാർക്സിസ്റ്റ് വിരോധം, പിണറായി വിരോധം, LDF വിരോധം, അതാണ് അവരെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടേക്ക് 10 രൂപ കിട്ടുന്നത് ദുരന്തത്തിന്റെ പേരിലാണെങ്കിൽ പോലും തടസ്സപ്പെടുത്താനായിട്ട് എന്താണ് നൽകാൻ കഴിയുന്ന മെസ്സേജ്, ഡൽഹിയിലേക്ക് പോകാനുള്ള മെസ്സേജ് എന്താണ് എന്ന് ആലോചിക്കുകയും അതിനെതിരായിട്ടുള്ള മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇത് കള്ളക്കണക്കാണ്. കോൺഗ്രസ്, ഞാൻ ഒരു 5-6 ചാനലുകളിൽ എനിക്ക് തിരിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട് ഈ കോൺഗ്രസ് നേതാക്കളോട്. അവർ പറയുന്ന വാക്കിതാണ് കള്ളക്കണക്ക്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അങ്ങനെ പറഞ്ഞ് ഇതുവരെ, ഇന്നലെ ഹൈക്കോടതി പറഞ്ഞല്ലോ 3 ആഴ്ചക്കകം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഇനി അറിയിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? ഇനി കോൺഗ്രസ്സുകാർ എന്ത് പറയും? എന്ത് പറയുന്നുള്ള ഇനി ആലോചിക്കും. എന്നിട്ട് പിന്നെ കേന്ദ്രത്തിനും കേരളത്തിലെ കോൺഗ്രസിനും അതായത് UDF-നും ഈ തടി കേടാത്ത വിധത്തിലുള്ള ഒരു അഴകുഴമ്പൻ നയം കൊണ്ടുവരും. ശ്രീകുമാർ സാർ, ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജനങ്ങളോട് വിശദീകരിക്കാനാണ് കോൺഗ്രസ് ഈ സർക്കുലർ ഇറക്കിയത്. ഇപ്പോൾ ഈ സർക്കുലറിൻ്റെ കാര്യത്തിലൊരു വിശദീകരണം വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് BJP വിരുദ്ധതയില്ല, അതിനകത്ത് പല വിധത്തിലുള്ള എലമെൻറ്റുകൾ കടന്നുകൂടുന്നു, വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കുന്നു. ഇതൊക്കെ വിശദീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ശ്രീകുമാർ സാർ, കേരള ഗവൺമെന്റിന്റെ ജനദ്രോഹ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അതിൽ കേന്ദ്രവും കടന്നു വരുന്ന സ്വാഭാവികമല്ലേ? ഞാൻ പറഞ്ഞ ആ സമര രീതിയെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പൊ നരേന്ദ്രമോദിയും പിണറായി വിജയൻ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം എന്നാൽ ഒരു വരി മോദി സർക്കാരിനെതിരെ, വയനാടിന്റെ ദുരന്തത്തിന്റെങ്കിലും പശ്ചാത്തലത്തിൽ ഒരു വരി മോദി സർക്കാരിനെങ്കിലും എതിരെ ഈ നേതാക്കന്മാരോട് പറയാൻ പറഞ്ഞുകൂടായിരുന്നോ? സർക്കുലർ വയനാട് ചൂരൽമലയിലെ മലയിടിച്ചിൽ സംബന്ധിച്ച് ചർച്ച വരുമ്പോൾ കേരള ഗവൺമെന്റിന്റെ ഈ നേരത്തെ നമ്മുടെ ജയേന്ദ്രൻ ന്യായീകരിച്ച ആ കണക്ക് വിഷയമൊക്കെ വരും. അല്ലല്ല, അത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇന്നടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമേ ചോദിക്കാവുന്ന. ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ കേരള സർക്കാരിനെയും CPIM-നെയും LDF-നെയും ഒക്കെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ എതിർക്കുകയാണ്. അതിനകത്ത് വർഗീയതയുടെ എലമെൻ്റ് ഉണ്ട്, അതിനകത്ത് വർഗീയ ധ്രുവീകരണമുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇടതുപക്ഷം വസ്തുതകൾ നിരത്തി പറയുമ്പോൾ തന്നെയും അത് കേരള സർക്കാരിനെതിരായ എതിർപ്പിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ മോദി സർക്കാരിനെയും എതിർക്കാൻ നിങ്ങൾ നേതാക്കന്മാരെ ഒന്ന് സജ്ജമാകൂ എന്ന് കോൺഗ്രസിൻ്റെ സർക്കുലറിൽ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാ എൻ്റെ ചോദ്യം. ശ്രീകുമാർ സാർ, അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഗവൺമെന്റ് ജനദ്രോഹ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ 2 ഗവൺമെന്റ് ഒരുപോലെ കാണുന്നത് കേരളത്തിലെ കോൺഗ്രസ്. പക്ഷെ ഇവിടെ ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് നടപ്പാക്കുന്നത്. ആ പ്രക്ഷോഭത്തിലെ സർക്കുലർ ചുമ്മാ ഒരു കാര്യം പറഞ്ഞു പോകുന്നതിൽ അർത്ഥമല്ല. പക്ഷെ പ്രസംഗിക്കുമ്പോൾ ADGP RSS ബന്ധം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കടന്നു വരും. പിണറായി മോദി ചർച്ച വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പക്ഷേ അതിനുള്ള ഒരു സന്ദേശവും മോദിക്കെതിരായ ഒരു സന്ദേശവും സർക്കുലറിലില്ല. ശ്രീ ജയചന്ദ്രൻ സാർ, ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടോ? മോദി സർക്കാരിനെതിരെ താങ്കൾ ആ സർക്കുലർ വായിച്ചല്ലോ, താങ്കൾ കണ്ടിട്ടുണ്ടോ മോദി സർക്കാരിനെതിരെ കോൺഗ്രസിന് എന്തെങ്കിലും വിമർശനം? സർക്കുലറിൽ
പറയുന്നത് മുഴുവനും LDF സർക്കാരിനെതിരായിട്ട് പറയേണ്ട കാര്യങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. ഉം. അതിന്റെ ശീർഷകം തന്നെ, ഹെഡിങ് തന്നെ അങ്ങനെയാണല്ലോ. ഉം. അപ്പൊ അതിനകത്ത് മോഡി എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ എന്താണ് ഇവിടെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സർക്കുലറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അജിംഷ എന്താന്ന് പറഞ്ഞാൽ, ഇവര് മൊത്തത്തിൽ എന്താണ് ഉള്ളടക്കം ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള എതിർ പ്രതികരണമാണല്ലോ LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത്. LDF-ന് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന നില വന്നിട്ടുണ്ട് ഇത് പുറത്തായതോടുകൂടി. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരി, തീർച്ചയായും ഈ സർക്കുലറും അത് ഉണർത്തുന്ന അനുരണനങ്ങളും രാഷ്ട്രീയമായി തുടർന്നുള്ള മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാം. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.